സുജൂദ് ഏത് സുജൂദാണ് എന്നുള്ളതാണ്. അതിലാണ് തഫ്സീറുകൾ ശരിക്കും ഈ സുജൂദ് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും ഏത് സുജൂദ. ഉൽഖിയ സഹറത്തു സുജ്ജദൻ ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ എന്നാണ്. അപ്പോൾ ആർക്കാണ് അവർ സുജൂദ് ചെയ്ത്? അള്ളാഹുവിനാണ് സുജൂദ് ചെയ്ത്. പക്ഷേ ചില തഫ്സീറുകളിൽ മൂസാക്ക് ആദരം എന്ന നിലക്ക് സുജൂദ് ചെയ്തു എന്ന്, ചിലർ ഫിറൗന് സുജൂദ് ചെയ്തു. എന്നിട്ട് എന്തിന്? ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. ഫിറൗദ് കേൾക്കണമല്ലോ ഞങ്ങളെ, അപ്പോൾ തങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് സുജൂദ് ആദ്യം ഫിറൗന് ചെയ്തിട്ട് പിന്നെ അവരിത് പറഞ്ഞു. അങ്ങനെയൊക്കെ തഫ്സീറുണ്ട്. ശരിക്കും അതെന്താണ്? അതൊന്നും അത് ശരിയല്ല. ആ തഫ്സീർ ഇവിടെ അവരുടെ സുജൂദ് എന്താണ്? അത് അള്ളാഹ്ക്കുള്ള സുജൂദാണ്, അള്ളാഹുവിനുള്ള സുജൂദാണ്. ഉൽഖിയ സഹറത്തു സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട് അവർ വീണു എന്നുള്ളതാണ്. കാരണം സുജൂദ് എന്നുള്ളത് പല നിലക്ക് ചെയ്തിട്ട് പല രീതിയിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സുജൂദിന് എന്ത് ചെയ്തു? ആ രീതിയിലൊക്കെ ഇതാർക്കുള്ള സുജൂദ് എന്നുള്ളതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അള്ളാഹുവിനുള്ള സുജൂദാണ്, അതാണ് ശരി. ഫഉൽഖിയ സഹറത്തു സുജ്ജദൻ ഖാലു, അവർ പ്രഖ്യാപിച്ചു, ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ. ആമന്നാ ബി, എന്താ ആമന്നാ ബി എന്ന്? ആമന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചു. ആമന അതിനോട് തുടർന്നിട്ട് ബി വരുമ്പോൾ വിശ്വാസവും സത്യപ്പെടുത്തലും അംഗീകാരമൊക്കെ ഉദ്ദേശമാണ്. വിശ്വസിച്ചു, അംഗീകരിച്ചു, സത്യപ്പെടുത്തി എന്നൊക്കെയുള്ള ഉദ്ദേശമാണ്. ആമന്ന ബി, ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. ആരെ? റബ്ബി ഹാറൂന വ മൂസ. റബ്ബി ഹാറൂന വ മൂസ, ഹാറൂൻ്റെയും മൂസായുടെയും റബ്ബിനെ. ഹാറൂൻ്റെയും മൂസായുടെയും റബ്ബിനെ. ഇവിടെ സൂറത്ത് താഹയിൽ ഇങ്ങനെയാണ്. സൂറത്ത് ആറാഫിൽ ഖാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, ഇങ്ങനെയാണ് സൂറത്ത് ആറാഫിൽ. ആമന്നാ ബി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീനെ ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. ആരാ റബ്ബുൽ ആലമീൻ? റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂൻ്റെയും റബ്ബിനെ, റബ്ബായ റബ്ബുൽ ആലമീൻ എന്നാണ്. സൂറത്തു ഷുആറയിലും അതേപോലെ തന്നെ ആമന്നാ ബി റബ്ബിൽ ആലമീൻ. ആറാഫിലും ഷുആറയിലും ഒരുപോലെയാണ്. റബ്ബിൽ ആലമീൻ, റബ്ബി മൂസ വ ഹാറൂൻ. ഇവിടെ വിഷയം എന്തിനാണ് ഇവർ റബ്ബിൽ ആലമീൻ പറഞ്ഞത്, റബ്ബി മൂസ വ ഹാറൂൻ പറഞ്ഞത്? അതൊന്ന്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് റബ്ബി ഹാറൂന വ മൂസ എന്ന് പറഞ്ഞു? അവിടെ മൂസ വ ഹാറൂൻ എന്ന് പറഞ്ഞു. രണ്ടോടത്ത് മൂസ വ ഹാറൂനാണ്. മൂസയെ മുന്തിപ്പിച്ച് ഹാറൂനെ പിന്തിപ്പിച്ചാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. റബ്ബിൽ ആലമീൻ എന്നെന്തുകൊണ്ട് പറഞ്ഞ് എന്നുള്ളതാണ്. അങ്ങനത്തെ അതൊക്കെ കുറേ വിഷയങ്ങളാണ്. ഒന്ന്, റബ്ബി ഹാറൂൻ എന്ന് പറയാൻ കാരണം, മുന്തിപ്പിച്ച് പറയാൻ കാരണം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അപേക്ഷിച്ച് ഫിറൗൻ്റെ വിശ്വാസം റബ്ബി മൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറൗൻ അതിനെയാണ് പറയുന്നതെന്നാണ് വിശ്വസിക്കുക. കാരണം എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കുള്ള തെർബിയത്ത് ആരുടെ അടുത്താണ്? ഫിറൗൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഫിറൗൻ പറയുന്നത് അലം നുറബ്ബി കഫീന വലീദൻ, അലം നുറബ്ബി കഫീന വലീദൻ. മൂസ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെടുക്കലല്ലേ നിൻ്റെ തെർബിയത്ത്? ഫിറൗൻ്റെ ചെലവിലാണ്. അപ്പോൾ റബ്ബി മൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറൗൻ കൊളർ വെക്കും. അപ്പോൾ അല്ല, ഹാറൂനെ വളർത്തിയതിൽ ഫിറൗന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് റബ്ബി ഹാറൂൻ വ മൂസ. അങ്ങനെ എന്ത് ചെയ്തു? ഇത് കുറേ സാഹചര്യങ്ങളല്ലേ. അപ്പോൾ ഒരു വിഭാഗം അങ്ങനെ പറഞ്ഞ് പ്രഖ്യാപിച്ചു, ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ. തയ്യിബ്. പിന്നെ ഇവിടെ മൂസയെ പിന്തിപ്പിച്ചത് എന്ത്? അത് ഒരു വിഷയമുണ്ട്. ഈ സജീവ എന്ന് പറയും. സജീവ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം? സജീവ എന്ന് പറഞ്ഞാൽ പ്രാസം. പ്രാസം എന്ന് പറഞ്ഞാൽ ഈ അന്ത്യാക്ഷരങ്ങളുണ്ടല്ലോ, അത് അവസാനത്തിൽ ഒരുപോലെ. ഇവിടെ നോക്കിയേ, തസ് അൽഖ, തസ് മൂസ, അഥ, അതേപോലെ തന്നെ അദ്ഖ ഉണ്ടോ. ഇതൊക്കെ എന്താണ് അവസാനത്തിൽ ഉള്ള അക്ഷരങ്ങൾ ഒരേപോലെ വരണീനാണ് എന്ത് പറയാം? സജീവ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആമന്ന ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോർവയിൽ ഇത് മാത്രം എന്തായി ഒരു വ്യത്യസ്തത പുലർത്തും. അപ്പോൾ ഒരേ കോർവയിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സജീവിന് വേണ്ടി എന്ന് അതിന് പറയാം. സജീവ് ശരിക്കും എവിടെ ഉണ്ടാവില്ല, ശരിക്കും ഗദ്യത്തിലും പദ്യത്തിലും ഉണ്ടാവും. പക്ഷേ പദ്യത്തിൽ കൂടുതൽ, പദ്യമൊക്കെ അങ്ങനെയാണ്. പദ്യം പ്രാസവും അതേപോലെ തന്നെ വൃത്തവും ഒത്ത കലാം തന്നെയാണ് പറയുക. കവിതകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ
ഒരു കവിത. സൗത്തു സഫീരിൽ ബുൽബുലി ഹയ്യജ ഖൽബി സേമിലി അൽമാഉ വസ്സഹ്റു മഅ സഹ്രി ലഹ്ലിൽ മുഖലി വഅൻത യാ സയ്യിദലി വസയ്യിദി വമൗലലി ഫകം തയമ്മുനി ഗുസയ്യിലുൻ ഉഖൈഖലി ഖത്തഫ്തുഹു മിൻ വജ്നത്തിൻ മഅൽ ഇസ്മി വർദിൽ ഖജലി ഫഖാല ലാ 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 വഖദ് ഗദാ മുഹർവിലി. കണ്ടോ, എല്ലാം കണ്ടില്ലേ, ലീ ലീ ലീ. അങ്ങനെയാണ് കവിത. അതിപ്പോൾ പദ്യത്തിലും ഗദ്യത്തിലും അങ്ങനെ ഉണ്ടാവും. ഗദ്യത്തിലിപ്പം ചില പിന്നെ ഗദ്യ സാഹിത്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കും. അലാക്കുല്ലി പിന്നെ അതിനു വേണ്ടിയിട്ടാണ് എന്നാണ് ഇങ്ങനെ ഇവിടെ മൂസയെ പിന്തിപ്പിച്ച് ഹാറൂനെ മുന്തിപ്പിച്ചത്, അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. അതല്ല, ഈ റബ്ബി ഹാറൂൻ എന്ന് മുന്തിപ്പിച്ച് പറഞ്ഞത് ഫിറഔൻ അവിടെ നീ തെറ്റി മനസ്സിലാക്കേണ്ട, നേരെ ചൊവ്വേ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ റബ്ബി മൂസ വ ഹാറൂൻ എന്നേ ഉള്ളൂ. ആറാഫിലും ഷുറായിലും ആമന ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ എന്നാണ്. അവിടെ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് റബ്ബിൽ ആലമീൻ? ഇവിടെ എന്തുകൊണ്ട് റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞില്ല? അപ്പോൾ ഈ എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ രീതിയിൽ എന്ത് ചെയ്തിട്ട് പറഞ്ഞു. ചിലർ പറഞ്ഞു റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, ചിലർ പറഞ്ഞു റബ്ബി മൂസ വ ഹാറൂൻ, ചിലർ പറഞ്ഞു റബ്ബി ഹാറൂൻ അവ മൂസ. പലരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഈമാനിനെ അവർ പല രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്.